ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ കീഴ്ക്കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് സെഷൻസ് കോടതിയിലേക്ക് ജാമ്യാപേക്ഷയുമായി കന്യാസ്ത്രീകൾ എത്തിയത്. ഇപ്പോൾ അതും തള്ളിയിരിക്കുന്നു. കന്യാസ്ത്രീകൾ ജയിലിൽ തന്നെ തുടരും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്ത ഈ നിമിഷം ദുർഗ് സെഷൻസ് കോടതിയിൽ നിന്ന് വരികയാണ്. ഇന്ന് സെഷൻസ് കോടതിയിൽ നിന്ന് അനുകൂല തീരുമാനമുണ്ടാകുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയും ആസ്ഥാനത്തായിരിക്കുന്നു. ജാമ്യമില്ല, ജാമ്യം നിഷേധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ എന്താണ് കോടതി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. ഗുരുതരമായ വകുപ്പുകളൊക്കെ ചുമത്തിയാണ് പോലീസിന്റെ FIR. 10 വർഷം വരെ തടവ് ലഭിക്കാൻ പര്യാപ്തമായ തക്ക ഗുരുതര വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് പോലീസ്. ഇതിൽ എന്താണ് ദുർഗ് സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് പറഞ്ഞത്? അജീഷ്, വിവരങ്ങൾ എന്താണ്? അനുജ, നമ്മൾ ഈ കോടതിയുടെ പരിസരത്ത് നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ ഇപ്പോൾ വിജയാഹ്ലാദം മുഴക്കിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്ന് അവർ പറഞ്ഞത് ഈ ജാമ്യാപേക്ഷ തള്ളി എന്നുള്ള ഒരു ആഹ്ലാദപരമായി അവർ പ്രകടനം നടത്തുകയായിരുന്നു, സന്തോഷ പ്രകടനം നടത്തുകയായിരുന്നു. നമുക്ക് ആ പ്രവർത്തകരോട് തന്നെ अडवोकेट क्या बोला हो, क्या अभी हमको सूचना मिली है कि इनका जो इन लोगों ने लगाया था जमानत के लिए वो खारिज हो गया है। ये हमारी जीत हुई है। बेल रिजेक्टेड है। बेल रिजेक्ट है। तो क्या कोर्ट को क्या अंदर कोर्ट ने कहा इस मामले में हम सुनवाई नहीं कर पाएंगे और हमारे जो पूरी जानकारी आपको अच्छे से हमारे वकील लोग देंगे। अभी आ रहे हैं वकील। आपको वकील अंदर है? हाँ, आ रहे हैं। अभी आपको सूचना देने के लिए वकील अभी आ रहे हैं बाहर। भाई साहब, अभी प्राइमरी ഇൻഫർമേഷൻ क्या है? അനുജ, ഇതാണ് അതായത് ഒരു പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അനുസരിച്ചിട്ട് അതായത് മാറ്റി പറയുകയാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കാനായിട്ട് അതായത് അനുജ ഈ കുറച്ച് വ്യക്തത വരാനുണ്ട്. കാരണം ഇത് ബജ്രംഗ് ദൾ പ്രവർത്തകരാണ്. അജീഷ്, ഇപ്പോൾ ഇത് ഈ ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ അഭിഭാഷകൻ വരെ അറിയിച്ചു എന്ന നിലയ്ക്കാണോ ഈ വിവരം ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരെ അറിയിക്കുന്നത്? എങ്ങനെയാണ് നമുക്ക് ഈ വിവരം ലഭിക്കുന്നത്? हाईकोर्ट से बेल लगेगा। 15 दिन की NIT की रिपोर्ट की है। कल क्या बोले अमित शाह नहीं, उसको क्या बोलते हैं अखिलेश यादव को, पाकिस्तान जाते हैं घूमने के लिए। वो लोग पाकिस्तान जाते हैं घूमने के लिए। അനുജ, ഒരു വ്യക്തത കുറവുണ്ട്. കാരണം പലരും പല രീതിയിലാണ് പറയുന്നത്. ആദ്യം പറയുന്നത് ഈ ജാമ്യാപേക്ഷ തള്ളി, പിന്നീട് ഈ മാറ്റിവെച്ചു എന്നുള്ള രീതിയിലൊക്കെ ചില ബജ്രംഗ് ദൾ പ്രവർത്തകർ പറയുന്നുണ്ട്. എന്തായാലും ഇവർ വലിയ വിജയാഹ്ലാദം ഇവിടെ ഈ കോടതിയുടെ പരിസരത്ത് നടന്നുണ്ട്. പക്ഷേ ഇതുവരേക്കും ഔദ്യോഗികമായിട്ട് ഈ സഭയുടെ അഭിഭാഷകരുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ ഭാഗത്തുനിന്നോ സഭയുടെ ഭാഗത്തുനിന്നോ ഇതുവരേക്കും ഈ ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ അഭിഭാഷകരിൽ നിന്ന് കിട്ടിയ വിവരം എന്ന നിലയ്ക്കാണോ അവർ നമ്മളോട് പറഞ്ഞത്? അജീഷ്, അങ്ങനെയാണ് അവർ ഈ വന്ന നേരം മുതൽ പറഞ്ഞത്. അവരുടെ ഒരു അഭിഭാഷകർ ഒരു പരാതിക്കാരെന്ന നിലയിൽ ഈ കോടതിക്ക് അകത്തുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഇവിടെ ഇവർ കൂട്ടം കൂടി നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ ജ്യോതി ശർമ്മ, ഇവരുടെ നേതാവ്, പെട്ടെന്ന് വിജയാഹ്ലാദം മുഴക്കിക്കൊണ്ട് ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്ന് ഈ ബെയിൽ തള്ളി എന്ന് പറയുന്നത്. പെട്ടെന്ന് അവർ അങ്ങനെ പറയുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു വ്യക്തത, ഒരു സ്ഥിരീകരണം നമുക്ക് ഔദ്യോഗികമായി തന്നെ കിട്ടേണ്ടതുണ്ട്.